കേരള കോൺഗ്രസ് എമ്മിന് 60 വർഷം നമ്മൾ പിന്നിടുമ്പോൾ നമുക്ക് DMK കഴിഞ്ഞാൽ ഏറ്റവും പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇപ്പോഴും ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത KM മാണി സാറിനെ പോലുള്ള നേതാക്കന്മാർ അതിലുണ്ടായതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ KM മാണി സാറിനെ പോലുള്ള നേതാവ് അത് ഭരണപക്ഷത്തിരിക്കുമ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോഴും എപ്പോഴും കേരള സമൂഹത്തിന് വേണ്ടി, ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നിലപാടെടുത്തിട്ടുള്ളതാണ്. രാഷ്ട്രീയത്തിൽ നിലപാടെടുത്ത് ഉറച്ച് സംസാരിക്കാൻ കഴിയണം. പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ നിലപാട് നോക്കി രാഷ്ട്രീയം മനസ്സിലാക്കി അതിൽ കൂടെ സംസാരിക്കാൻ കഴിയണം. രാഷ്ട്രീയമായി മറ്റുള്ളവർക്ക് ഉത്തരം കൊടുക്കാൻ കഴിയണം. നമുക്ക് പ്രധാനപ്പെട്ട തീരുമാനം എടുക്കണം. ഒന്ന്, ഇന്ന് വിട്ടുകൊടുത്ത വിട്ടു. രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, ചിലപ്പോൾ നമുക്ക് 8 മാസം 2 ലക്ഷം നഷ്ടപ്പെട്ടേക്കാം. ഇനി നമുക്കെതിരായിട്ടാണ് ഇലക്ഷൻ ഇഷ്യൂ വിധി വരുന്നതെങ്കിൽ അയോഗ്യരാക്കപ്പെട്ടാൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റാതെ വരും. ഞാൻ അഭിമാനത്തോടെ പറയാം, ശ്രീ ജയരാജ് വിപ്പ് കൊടുത്ത് ഇതാണ് അന്തസ്സെന്ന് ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. ഞാനില്ല കൊണ്ട് വിപ്പ് ബോധിപ്പിച്ചത്. നേരിട്ട് അദ്ദേഹത്തിന്റെ ഡോറെ ഞാൻ തന്നെ കൊണ്ട് വിപ്പ് ബോധിപ്പിച്ചു. നമ്മ കാര്യം വേദിക്കാൻ നമ്മുടെ ചങ്ക്, നമ്മുടെ നെഞ്ചത്ത് ആത്മാഭിമാനത്തിന്റെ തേരുള്ളൊന്ന് ഊരിനും പാടി അടിച്ചു കയറ്റിയ കോൺഗ്രസിന്റെ നടപടിക്കെതിരെ പ്രതികരിക്കേണ്ടത് ധാർമ്മികതയാണെന്ന ബോധ്യത്തോട് വിട്ടുകൊടുക്കാൻ ധൈര്യപ്പെട്ടത് ഈ നേതാവ് കേരളമാണെന്ന് പറയുന്നത്. ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടി ഓരോ വിഷയങ്ങളിലും എടുക്കുന്ന കൃത്യമായ നിലപാടുകൾ, അത് ഏറ്റവും ഒടുവിൽ മുനമ്പം പോലുള്ള ഒരു വിഷയം വന്നപ്പോൾ പോലും കേരളത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് എന്ന നിലയിൽ മുനമ്പത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ ഭൂമി വഖഫിന്റേതല്ല, മറിച്ച് കരമടച്ച രസീത് കയ്യിലുള്ള യഥാർത്ഥ ഉടമകളുടേതാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് ചങ്കൂറ്റം ധരിച്ചിട്ട് നേതാവുണ്ട് എങ്കിൽ ആ നേതാവിന്റെ പേര് ജോസ് കെ മാണിയാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വീണ്ടും ഓരോ വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ അത് ബഫർ സോണിന്റെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് മേഖലയിൽ എടുത്താലും കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് എന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി പ്രഖ്യാപിച്ച നേതാവ് ഞങ്ങളുടെ നേതാവാണ് എന്ന് പറയുമ്പോൾ അത് ജോസ് കെ മാണിയാണ് എന്ന് പറയുവാനായിട്ട് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്.